ഹലോ, ഞാൻ വീണ്ടും വന്നു. ഇത് എൻ്റെ ഭയങ്കര ഫേവറേറ്റായ ഒരു സ്ഥലമാണ്. എന്താണെന്നറിയാമോ? കിച്ചൺ. ഞാൻ ഇതിൻ്റെ ഈ റൂമിൽ കയറുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. പിന്നെ ഒരുപാട് ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു റൂം യൂസ് ചെയ്യുന്നത്. ഇത് എനിക്കൊരു ഫാൻറ്റസി റൂം മാത്രമല്ല, ഇതെൻ്റെ ഒരു ഭയങ്കര ഡ്രീം ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ സ്വന്തം വീടൊന്നും ഇല്ല കേട്ടോ, എന്നാലും എനിക്ക് എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചെടുക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സത്യത്തിൽ കുറേ അധികം ആളുകൾ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ എന്ന്. ഒരുപാട് ജോലികളുണ്ട്. 6 പേർക്ക് 8 പേർക്ക് മൊത്തം 8 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജോലിയല്ലേ? ഇത് ഒറ്റയ്ക്ക് ചെയ്യുക എന്ന് പറയുന്നത് ജോലിയല്ലേ? പിന്നെ ഈ ഭക്ഷണത്തിനുള്ള വക പോയി തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അതെല്ലാം ശേഖരിച്ച് കൊണ്ടുവന്ന് അവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ട പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇനി ഇതെല്ലാം അടുക്കി പറക്കി വെക്കണം. അത് കഴിഞ്ഞ് പിന്നെ മോന് പഠിക്കാനുള്ളത് റെഡിയാക്കി വെക്കണം. ഇന്നത്തേക്കുള്ള അവൻ്റെ അത് റെഡിയാക്കി വെക്കണം. മറ്റു കുട്ടികളെയും പഠിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ അവരെയൊക്കെ കുറച്ച് കെയർലെസ് ആയിട്ട് ഞാൻ വിട്ടിരിക്കുകയാണ്, എൻ്റെ മോൻ 10ാം ക്ലാസ്സിലായതുകൊണ്ട്. അപ്പോൾ നിനക്ക് ജോലി ഇല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും എൻ്റെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഞാൻ ഈ ചാനൽ എടുക്കുമ്പോൾ നിങ്ങളെ എൻ്റെ ടൈം പാസ്സായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇടുന്ന ലൈക്ക് പോലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എനിക്കത് ചെയ്തു തന്നാൽ മതി. നിങ്ങൾ ലൈക്ക് ഇട്ട്, ഞാൻ ഇതുവരെയും ഒരു ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ എന്തിന് ചെലവാക്കണം എന്നുള്ളത് അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളോട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ചാനൽ നിങ്ങൾ കാണണം, ഇത് പ്രൊമോട്ട് ചെയ്യണം, നിങ്ങൾ എന്നെ കണ്ടേ മതിയാകൂ. ഒരു പക്ഷേ ഞാൻ നിങ്ങളോടിപ്പോൾ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ചാനൽ കാണൂ, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞ് ഉറപ്പായി നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായും ചെയ്യും, അല്ലേ? പക്ഷേ എനിക്കതിന് ഇഷ്ടമില്ല. കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എനിക്ക് വേണ്ടി തരുന്ന സമയം അത് നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടിയായിരിക്കണം എനിക്ക് തരേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ താല്പര്യപ്പെട്ടുകൊണ്ടായിരിക്കണം ഇവിടെ വന്ന് നിൽക്കേണ്ടത്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ എനിക്ക് സമയം തരണ്ട. ഇനി ഇത് മാത്രമല്ല, ഒരിക്കലും ഞാൻ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ വന്ന് ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങളെ കൊണ്ട് ഞാൻ എന്നെ നല്ലത് എന്ന് പറയിപ്പിക്കും. അങ്ങനെയില്ല. എല്ലാ മനുഷ്യർക്കും വീക്ക്നെസ് ഉണ്ട്. അതുപോലെ എന്തോ ഒരു കൊള്ളരുതായിക എൻ്റെ കയ്യിലും ഉണ്ടായിരിക്കും. ഞാൻ അറിയാത്ത അല്ലെങ്കിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കൊള്ളരുതായികകൾ എൻ്റെ കയ്യിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ കൊണ്ട് ഞാൻ നല്ലതാണ്, ഞാൻ നന്മയുള്ള ഒരു മനസ്സിന് ഉടമയാണ് എന്നൊന്നും പറയിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതേ രീതിയിൽ തന്നെ എനിക്ക് നിൽക്കാനും പറ്റും. കാരണം എനിക്ക് അഭിനയിക്കാൻ എനിക്ക് തീരെ അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ ഒക്കെ എനിക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ. എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് ഞാൻ അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിൻ്റെ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ല. അത് അനുഭവിക്കുമ്പോൾ അങ്ങ് അനുഭവിക്കാം. അല്ലാതെ ഇങ്ങനെ മനസ്സിൽ തന്നെ ഇട്ടിട്ട്, എനിക്കിപ്പോൾ ഒരു വ്യക്തിനെ എനിക്ക് ഇഷ്ടമില്ല, ഞാൻ അവരോട് ചിരിച്ചിട്ട് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലടാ. അങ്ങനെ ഞാൻ ചെയ്യുന്നതാണ് ഒരു ചതിയായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ആരെ കൊണ്ട് നല്ലത് എന്ന് എനിക്ക് പറയിപ്പിക്കണ്ട. പിന്നെ സഹതാപം നേടിയിട്ട് ഞാൻ ഒന്നും നേടാനും, നിങ്ങളുടെ സഹതാപം കൊണ്ട് എനിക്കൊന്നും നേടാനും പറ്റൂല. ഇനി അങ്ങനെ ഞാൻ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഞാൻ അർഹതയുള്ള ഒരാളല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ വ്യക്തിത്വം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്.
ഞാനെന്ന വ്യക്തി എന്താണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ആളുകൾ അവരുടെ വ്യക്തിത്വത്തെ മറച്ചു വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ വന്ന് ഒരുപാട് കളവുകളും മറ്റും കാണിക്കുമ്പോൾ അതിൽ ഞാൻ കണ്ടെത്തിയതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം എടുത്തിരിക്കുന്നത്. അല്ലാതെ എനിക്ക് സമയം പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ചൂസ് ചെയ്ത് എനിക്ക് എൻ്റെ ഇരയായി കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. എനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഈ ഒരു മീഡിയ വഴി ഉണ്ട്. എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എനിക്ക് എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ എനിക്കാരെയും പേടിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഞാൻ രേഖപ്പെടുത്തുന്ന അഭിപ്രായത്തിന് നിങ്ങൾ നിങ്ങളുടേതായ കമൻറ്റുകൾ നിങ്ങൾ ഇടുന്ന അതേ കാര്യം തന്നെയാണ് ഞാനും ചെയ്യുന്നത്. നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുന്ന കാര്യത്തിനെ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. എനിക്കതിൽ ഒരു ധൈര്യക്കുറവും ഇല്ല. കാരണം എന്താണ്? ഞാനൊരു ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്താണ് ജീവിക്കുന്നത്. ഇവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രകാരം നമുക്ക് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊതുവായി നമ്മൾ കാണുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്യാതെ അങ്ങനെ നമുക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ എന്നാലും ആസ് എ ഹ്യൂമൺ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും ചില വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അതിൽ നമുക്ക് ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഹസ്ബൻഡ് ഒക്കെ നമുക്ക് ഭയങ്കരമായ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അവിടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യത്തിന് എൻ്റെ മക്കളെയോ എൻ്റെ ഭർത്താവിനെയോ എൻ്റെ ബന്ധങ്ങളെയോ ഒക്കെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് അത് ഒരു നല്ല ഒരു നടപടിയല്ല. ഞാൻ പറയുന്ന കാര്യത്തിന് എന്ത് ചെയ്യണം? എന്നോടാണ് മത്സരിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് എന്നെ വിട്ടിട്ട് എൻ്റെ സൗഹൃദങ്ങളെയോ എൻ്റെ ബന്ധങ്ങളെയോ എൻ്റെ മാതാപിതാക്കളെയോ ഒക്കെ പറയുന്ന സമയത്ത് ഞാനും ഒരു സാധാരണ ജീവി ആയതുകൊണ്ട്, ഞാനും ഒരു സാധാരണ മനുഷ്യനായതുകൊണ്ട് തന്നെ അതിവൈകാരികമായ പ്രൊണൗൺസിയേഷൻസ് ഒക്കെ ഞാനും നടത്തിയിട്ടുണ്ട്. അത് ഞാൻ മനഃപൂർവ്വമാണ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും വേദന എന്ന് പറയുന്നത് ഒരുപോലെയാണ്. അത് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് മറുപടി ഒന്നും പറയാനായിട്ടില്ല. അത് എൻ്റെ റൈറ്റാണ്, എൻ്റെ ശരിയാണ്. ഞാൻ എൻ്റെ ശരികളിലൂടെയാണ് ഞാൻ എൻ്റെ ഈ ജീവിതം നേടിയെടുത്തതും ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെയും തന്നെ ഞാൻ നേരിട്ട് അതിൽ നിന്നും ഞാൻ ഉൾക്കൊണ്ട പാഠങ്ങളാണ് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലാത്തവർ, നിഷ്പക്ഷമായി ഞാൻ പറയുകയാണ്, അല്ലാത്തവർ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസ് കാണണം എന്നില്ല. ഇനി ഞാൻ ചെയ്ത വീഡിയോകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളിൽ എന്തെങ്കിലും മോശമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കളവുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചാൽ ഓക്കെ, ഡു ഇറ്റ്. നിങ്ങൾ പ്രൂവ് ചെയ്തോളൂ. എന്തായാലും ഞാൻ പറയുന്നു, ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഞാൻ ഒരു ഇരയെ തപ്പാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ എൻ്റെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടോ അല്ല. എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് പോലെ, നിങ്ങൾ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അതിൻ്റെ താഴെ ചെന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് പോലെ ഞാൻ എൻ്റെ അഭിപ്രായവും രേഖപ്പെടുത്തുകയാണ്. പൊതുവായ ഒരു കാര്യത്തിൽ, പൊതുവായി സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അവിടെ നിങ്ങൾ അതിൻ്റെ താഴെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നവർക്ക് പോലും എൻ്റെ ചാനലിൽ ഞാൻ അവർക്ക് അവസരം കൊടുക്കുകയാണ്. ഒരൊറ്റ കമൻറ്റ് പോലും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. പിന്നെ ചില കമൻറ്റുകൾ എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്യുന്ന ചില കമൻറ്റുകളുണ്ട്. അങ്ങനെ അല്ലാതെ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഡിലീറ്റ് ചെയ്യുന്ന കമൻറ്റുകൾ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ, ചില കമൻറ്റുകളുണ്ട് നമ്മുടെ ശരീര ഭാഗങ്ങളെ വെച്ചിട്ട് അധിക്ഷേപിക്കുക, പിന്നെ മതപരമായി വർഗീയത വിളമ്പുക, അങ്ങനെയുള്ള ചില കമൻറ്റുകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്.
അല്ലാതെ എനിക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്ന ഒരൊറ്റ കമൻറ്റ് പോലും ഞാൻ അവിടെ ഡിലീറ്റ് ചെയ്ത് കളയാറില്ല. ഇത് മാത്രമല്ല, ഞാൻ മാത്രമല്ല ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യണമല്ലോ, എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇടണമല്ലോ, അല്ലെങ്കിൽ ഞാനൊരു 5-8 വീഡിയോ ഇന്ന് എനിക്ക് ഇടണം, എനിക്കിതിൽ നിന്ന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്ന ഒരു ചിന്ത എനിക്ക് ഇല്ലേ ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ ഒരു പ്രശ്നം ഞാൻ ചർച്ച ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്ത്, ഞാൻ ആ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ, അല്ലെങ്കിൽ ഞാൻ ആ ചെയ്യാൻ പോകുന്ന ആ ഒരു വീഡിയോ അത് റൈറ്റ് ആയിട്ടാണോ എൻ്റെ പ്രേക്ഷകർക്ക് എത്തുന്നത് എന്നുള്ളത് ഞാൻ 100 വട്ടം ആലോചിച്ചും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചും അതിൻ്റെ സത്യാവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടും മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോകൾ ഒരുപാട് ഡിലേ ആയിട്ടാണ് ചില വീഡിയോകൾ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് തന്നെ. എനിക്ക് എൻ്റെ മനസ്സാക്ഷിക്ക് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ ചെയ്ത വീഡിയോകളിൽ ഒരിറ്റു പോലും കളവ് ഞാൻ കുത്തി നിറച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഞാൻ ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാനത് എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയവും കൂടി നിങ്ങളോട് എനിക്ക് പറയണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.